നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാവുന്ന ഒരു എൻവലപ്പ് ഉണ്ടാക്കിയെടുക്കാം. എന്തൊക്കെ തട്ടിക്കൂട്ടി എടുത്തെന്ന് പറഞ്ഞാലും പിൻട്രസ്റ്റ് ആൻഡ് എസ്തെറ്റിക്സ് വിട്ടൊരു കളി നമുക്കില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു പ്ലെയിൻ പേപ്പറിൽ കുറച്ച് ലൈൻസും കൂടെ വരച്ചെടുത്തിട്ട് നമുക്ക് എൻവലപ്പ് ഉണ്ടാക്കി നോക്കാം. ഇതിലിപ്പോൾ എത്ര മെഷർമെന്റ്സിൽ ആ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. വേറൊന്നുമല്ല, നമുക്ക് എത്ര വലിപ്പമുള്ള എൻവലപ്പാണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള പേപ്പർ എടുത്താൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ വശങ്ങളും ഒരേ അളവിൽ തന്നെ എടുക്കണം. അതായത് സ്ക്വയർ പേപ്പർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആ വരച്ച് കൊളാക്കിയതുപോലെ വരച്ചെടുക്കരുത്. നല്ല വൃത്തിയിൽ സ്കെയിലൊക്കെ വെച്ചിട്ട് വരച്ചെടുക്കണം. പുറത്തിരുന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നോണ്ടേ അകത്ത് പോയി സ്കെയിൽ എടുക്കാനായിട്ട് നല്ല മടിയായതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ യൂസ് ചെയ്യാഞ്ഞത്. പിന്നെ ഞാൻ കട്ട് ചെയ്ത പോലെയൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ കുറച്ച് റൗണ്ട്സും വരച്ച് അതും കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ എൻവലപ്പ് റെഡിയായി. എനിക്ക് ഇത്രയും വലിയ എൻവലപ്പ് വേണ്ടാത്തത് കൊണ്ട് ഞാനൊരു ചെറിയ എൻവലപ്പും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ തട്ടിക്കൂട്ടായതുകൊണ്ടേ അധികം സമയം എടുക്കാണ്ടാണ് ഞാൻ ഇത് ചെയ്തെടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല സമയം എടുത്ത് വൃത്തിയിലൊക്കെ വരച്ചുണ്ടാക്കി എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു എൻവലപ്പാണിത്. ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് മറക്കണ്ട കേട്ടോ.